സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റുകൾ ആരാന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നമസ്കാരം. ദമയന്തിയുടെ അതേ ചായ. കഴിഞ്ഞപ്പോ ഇത്രയ്ക്ക് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്താ പറയാ, അല്ല ഇതാര് എന്റെ കൃഷ്ണന്റെ റുക്മണി തരിയോ? എന്നാൽ ഇവൻ ഇതിനെങ്ങനെ ചാലാക്കി? ഞാൻ പെട്ടെന്ന് ഇപ്പോ ഒരു അരമണിക്കൂർ മുമ്പ് അഞ്ജിതയുടെ ഒരു വീഡിയോ എടുത്ത് ഒരു കാണിച്ചത്. ഇത് കണ്ടതും എന്റെ നിയന്ത്രണം വിട്ടു. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റുന്നു. ഞാനൊരു കാച്ചു കാച്ചി ഉടച്ചിക്കറും പോലെ ആകാശ 4 കറക്കും. നീ അടങ്ങി, ഞാൻ പറ്റിത്തരാ. ഭൂമിദേവി രക്ഷിക്കണേ. നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം ആണല്ലോ. ഒരു ചെറിയ വിറയലൊക്കെ കരീന, ഒരു കാര്യം ഞാൻ ചോദിച്ചാൽ ഫ്രാങ്ക് ആയിട്ടുള്ള ഒപ്പീനിയൻ എനിക്ക് കിട്ടണം. കിട്ടുമോ കരീന? എന്താ ഉണ്ണി? വേറൊന്നുമല്ല, ഈ ചിന്ന വീടിനെ കുറിച്ച് കരീനയുടെ അഭിപ്രായം എന്താ? ചിന്ന വീട് ഡ്രസ്സിംഗ് വൈസ് ആണെങ്കിലും എക്സ്പോസിംഗ് വൈസ് ആണെങ്കിലും ഒന്നുമില്ല. സ്റ്റിൽ ഇങ്ങനെ സൈബർ അറ്റാക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി ആ വാശി തീർക്കാൻ എപ്പോഴെങ്കിലും ഷോർട്ട് ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ സമ്മതിക്കില്ല. അതെന്താ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു ഡ്രസ്സേ ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കണ്ട. എന്തിനാണ് ഇങ്ങനെ തേക്കുന്നത്? അത് കുട്ടി എങ്ങാനും പറഞ്ഞാൽ അവൻ വഴി വിളിച്ചു പോകുന്നതാ എന്റെ പേടി. നിനക്ക് തെറ്റി. നിന്റെ മോനിത് അറിഞ്ഞാൽ വടുതല വത്സല വഴിതെറ്റി പോകുന്ന എന്റെ പേടി. എന്താ അടുത്ത പരിപാടി? ഡാൻസും ഗാനമേളയും കാണണോ? കാണണം കാണണോ കാണണം കാണണം. ഉനക്ക് അച്ചമില്ലേ വെക്കമില്ലേ? ഇവിടെ നാട്ടിലേക്ക് അയച്ചാ ഭയങ്കര കുഴപ്പാ. മോള് ആരോടും പറയരുത്. ഇല്ല, ഇവളവിടെ പല കുലുമാലുണ്ടായിക്കൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് വരുത്തിയത്. എത്ര തവണ ഞാൻ കെഞ്ചി ചോദിച്ചു, നീ തന്നോ? നീ തരായിട്ടല്ലേ? എന്താ അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നിങ്ങൾ എന്നെ എയറിൽ ഒരു വെടി ശബ്ദമാണ് കേൾക്കണം. വെടിവെച്ചാണുള്ളത്. നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് എയറിലേക്ക് കേട്ടുക. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാര ജീവിയാണ്. വികാരജീവി. ഞാൻ പോകുന്നു. ബൈ ബൈ.